അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡിന്നർ ക്രഞ്ചി സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കഴിച്ചു നോക്കട്ടെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് ഹെൽത്തിയാണ്, നമുക്ക് ഡയറ്റ് നോക്കണവർക്ക് നല്ലതാണ്, ബാലൻസ്ഡ് ഡയറ്റാണത്. നമ്മളെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡയറ്റൊക്കെ ഒന്ന് നോക്കണം. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കണം, പക്ഷേ കുറച്ച് കഴിക്കാൻ പോലും. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ അധികം കഴിക്കണം നല്ലതാണ്. ഒരു 50 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തടി കൂട്ടാതെ നോക്കണം. ഹലോ, ഇന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ ഡിന്നറിന് നല്ലൊരു സാലഡ് ഉണ്ടാക്കി കഴിക്കാനായിട്ടാണ് എനിക്കൊരു മൂഡ് തോന്നിയത്. അപ്പം ഞാനിന്നത് ഉണ്ടാക്കട്ടെ. അത് വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ യോഗട്ട്, പിന്നെ ചിക്ക് പീസ് വേണം. അത് കടല വേവിച്ച് ചിക്ക് പീസ് ഞാൻ ഈ ക്യാനിലുള്ളത് എടുക്കണേ. അപ്പം ഇതിൻ്റെ വെള്ളം കളഞ്ഞെടുക്കണം. പിന്നെ സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കണം. എല്ലാം കൂടെ പെട്ടെന്ന് തന്നെ ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഇത് നല്ലൊരു ഹെൽത്തി സാലഡാണ്, നല്ല ക്രഞ്ചിയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫൈബർ, പിന്നെ ഫ്രൂട്ട്സ് എല്ലാമായിട്ടുള്ള ഒരു നല്ലൊരു ഡിന്നർ ആയിരിക്കും ഇത്. അപ്പം ഞാനത് സ്റ്റാർട്ട് ചെയ്യട്ടെ. സാലഡ് ഉണ്ടാക്കാൻ ഞാൻ ഇതൊക്കെ ആട്ടോ എടുത്തേക്കുന്നേ: ലെറ്റസ്, ക്യാരറ്റ്, ബ്ലൂബെറി, പിന്നെ ചിക്ക് പീസ്, കുറച്ച് ഗ്രേപ്സ്, പിന്നെ ഒരു അവക്കാഡോ, പൊമഗ്രാനേറ്റ്, ഒരു ആപ്പിള്, പിന്നെ ആപ്പിൾ സിഡർ വിനീഗർ, യോഗട്ട്, പിങ്ക് സോൾട്ട്, പിന്നെ കുരുമുളക് പൊടി, ഹണി, ഇത്രയും സാധനങ്ങളൊക്കെ വേണം. ആദ്യം തന്നെ നമുക്ക് ഈ ഇതിനുള്ള ഡ്രസ്സിങ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് എല്ലാം മിക്സ് ചെയ്തെടുക്കണം. ഞാൻ അത് ഓരോന്നായിട്ട് കാണിക്കാം. ആദ്യം തന്നെ ഡ്രസ്സിങ്ങിനായിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ജാർ ഞാൻ എടുക്കുവാണേ. പിന്നെ ഞാൻ ആദ്യം ഇടുന്നത് യോഗട്ടാണ്. ഇത് പ്ലെയിൻ യോഗട്ടാണ്, ഫ്ലേവർ ഒന്നുമില്ല ഇതിന്. പ്ലെയിൻ എടുക്കണേ നല്ലത്. അപ്പം ഞാനൊരു വലിയ ടേബിൾ സ്പൂൺ യോഗട്ട് ഇട്ടു. ഇനി കുറച്ച് കുരുമുളക് പൊടിയാണ് ഇടുന്നത്. അത് 1 ടീസ്പൂൺ. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇടുന്നുണ്ട്. പിന്നെ ഇടാനുള്ളത് ആപ്പിൾ സിഡർ വിനീഗറാണ്. വിനീഗർ 1 ടീസ്പൂൺ ഇട്ടാൽ മതി, ഒരു ചെറിയ പുളിയും ഒക്കെ കിട്ടാനായിട്ട്. പിന്നെ ഒരു പിഞ്ച് പിങ്ക് സോൾട്ട് ഇടുന്നുണ്ട്, ചെറുതായിട്ട് മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ഹണി ഒഴിക്കണ്ടേ. ഒരു ചെറിയൊരു മധുരമൊക്കെ കിട്ടാൻ നല്ലതാണല്ലോ. ഹണി നല്ലതാണ്. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഒലിവ് ഓയിൽ ഒഴിക്കണം. ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഡ്രസ്സിങ് റെഡിയായി. ഈ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ടാൽ കുറച്ച് നല്ലതാണ്. ഇപ്പം ഇവിടെ മല്ലിയില തീർന്നിരിക്കുകയാണ്. പിന്നെ ഇത് സിലാൻഡ്രോ ഫ്ലേക്സ്, മല്ലിയില ഉണങ്ങിയത് ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അപ്പം ഞാൻ അതാ ഇടുന്നത്. അപ്പം അതും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം. അത് 1 ടീസ്പൂൺ ഏകദേശം ഇട്ടു. ഇനി ഈ ഡ്രസ്സിങ് ഇത് നമുക്കൊന്ന് ഷെയ്ക്ക് ചെയ്ത് നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ആക്കണം. നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിലുണ്ടാക്കുന്ന അല്ലേ, അപ്പം നല്ലതായിരുന്നു ഇത്. അല്ലെങ്കിൽ നമുക്ക് സാലഡ് ഡ്രസ്സിങ് മേടിക്കാൻ കിട്ടും, പക്ഷെ നമ്മളുണ്ടാക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ കൂടുതലുണ്ട്. പ്രിസർവേറ്റീവ് ഒന്നുമില്ല, നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമല്ലേ. അപ്പോൾ അതായത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്.
ഇനി ഞാൻ ഈ വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ. അപ്പോൾ അത് ഞാൻ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. അത് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടാൻ പോവാട്ടോ. അത് കഴിഞ്ഞ് സാലഡ് ഡ്രസ്സിങ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, ഈ പച്ച ഗ്രേപ്സാണ്. അപ്പോൾ അത് കട്ട് ചെയ്യണം. അത് വലിപ്പമുള്ളതാണ്. അപ്പോൾ അത് ചെറിയൊരു മധുരവും പുളിയൊക്കെ കിട്ടുമല്ലോ. പിന്നെ ഗ്രേപ്സ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ചിക്ക് പീസ് ഇടാം. ചെറുതായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്യണത് ഒരു ചെറിയ പണിയുണ്ട്, എന്നാലും എനിക്ക് സാലഡ് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ ഗ്രേപ്സ് കട്ട് ചെയ്തു, ഇടാൻ പോവാണ്. ഇനി അടുത്തതായിട്ട് പോമഗ്രാനൈറ്റ് ആണ്. അത് കട്ട് ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കേ. അപ്പം നമ്മുടെ പോമഗ്രാനൈറ്റ് ഒക്കെ ദേ ശരിയാക്കി കൊണ്ടുവന്നു ഞാൻ ഇതിലേക്ക് ഇടുക. ദേ ഇനി ചിക്ക് പീസ് ഇടാം. ഇനി അടുത്തത് ആപ്പിളാണ്. ആപ്പിള് ഞാൻ തൊണ്ടൊക്കെ ചെത്തിയിട്ട് വരാം. അപ്പൊ ആപ്പിള് റെഡി. ആപ്പിൾ ഇട്ടു. ഇനി ഇത് ബ്ലൂബെറി ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇടുക. അടുത്ത അവക്കാഡോ കട്ട് ചെയ്യുക. നല്ല കുഞ്ഞ അവക്കാഡോ ഇട്ടത്. ചിലപ്പോൾ വലുതാ കിട്ടണേ, ഇത് ചെറുതാ. ഇതിൻ്റെ അത് കുരുവൊക്കെ ചെറുതാ. അപ്പൊ അവക്കാഡോ ഇടുക. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിക്കണം. ചെറുനാരങ്ങ നീര് ഒഴിച്ചില്ലെങ്കിലേ ചിലപ്പോൾ ഇതിന്റെ കളർ അങ്ങ് മാറും. അതുപോലെ ആപ്പിളിന്റെ അങ്ങനെയല്ലേ. ഇതേ അവക്കാഡോ ഞാൻ ഇടാൻ പോവാ. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അവക്കാഡോ എന്നും കഴിക്കുന്നത് നല്ലതെന്നാണ് പറയണേ. ഹെൽത്തി ഫാറ്റാ. നമ്മുടെ HDL കൂടാനൊക്കെ അവക്കാഡോ കഴിച്ചാൽ നല്ലതാ. അപ്പൊ അവക്കാഡോയും ഇട്ടു. ഇനി നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. നാരങ്ങ നീര് ഒരു പകുതി ലെമൺ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. അപ്പൊ ഇതാണ് നമ്മുടെ സാലഡ് മിക്സ്. എല്ലാം അരിഞ്ഞ് ലൈം ജ്യൂസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇത് അരിഞ്ഞിടാൻ നല്ലതാ. ഇതെന്നാന്നോ ഗാലപ്പീനോ പെപ്പേഴ്സ് പിക്കിൾ ഇട്ട് വെച്ചേക്കണേ. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു നല്ലൊരു ഫ്ലേവറും കിട്ടും നമുക്ക്. ഞാൻ അതും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് ഇത് മിക്സ് ചെയ്യാം. പിക്കിളും കൂടെ ഇടുവാണ്. ഇനി മിക്സ് ചെയ്യാം. ഉപ്പിടേണ്ട ആവശ്യമില്ല, ഈ പിക്കിളിന്റെ ഉപ്പൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ആ ഡ്രസ്സിങ്ങിൽ ഉപ്പിട്ടിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ സാലഡിൽ ഒത്തിരി ഉപ്പിട്ടാൽ കൊള്ളില്ല. ഞാൻ കുറച്ച് ഉപ്പ് ഇടാറുള്ളൂ. നല്ല രീതിയിലേ അങ്ങ് മിക്സ് ചെയ്യാം. ഇതങ്ങ് മിക്സ് ആവട്ടെ. നമ്മുടെ ക്രഞ്ചി സാലഡ് റെഡിയായി ഏകദേശം. ഇനി ഞാൻ സാലഡ് ഡ്രസ്സിങ് ഒഴിക്കാൻ പോവാ. ഡ്രസ്സിങ് ഒഴിക്കട്ടെ. നമ്മൾ ഡ്രസ്സിങ് റെഡി ആയിട്ടിരിക്കുക. ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, അങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. നല്ലതാ, നല്ല ക്രഞ്ചിയാണ്. ആപ്പിൾ ഉണ്ടല്ലോ, പിന്നെ ബ്ലൂബെറി ഉണ്ട്, ചെറിയ മധുരം. പിന്നെ ഈ ഇല, ഈ ലെറ്റസ് ലീവ്സിലെ അതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ സാലഡ് വെച്ചിട്ട് മടക്കി അങ്ങനെയാണ് ഇത് കഴിക്കാൻ പോണേ. ഇതിങ്ങനെ ഇല ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ സാലഡ് ഒരു കുറച്ചിടുക. അത് കഴിഞ്ഞ് ഇത് ഇങ്ങനെയങ്ങ് മടക്കി ഇത് കഴിക്കാം.
നല്ല സാലഡാ. നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ലോസിനൊക്കെ നല്ലതാ. കാർബൊന്നും ഇല്ലല്ലോ, ലെസ് കാർബല്ലേ ഇതിൻ്റെ അകത്ത്. അപ്പം ഇതൊരു ലോ കാർബ് ബാലൻസ്ഡ് ഡയറ്റാണ്. പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, ഫൈബർ ഉണ്ട്. നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.